ഗൈസ് ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ 6 മണിക്ക് എണീറ്റപ്പോൾ നോക്ക്, ഇവിടെ ഫുള്ള് കോട മഞ്ഞൊക്കെ നിറഞ്ഞടക്കുന്നത്. തെങ്ങിൻ തോട്ടത്തൊക്കെ നോക്ക് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇതുണ്ടോ തെങ്ങിൻ തോട്ടത്തൊക്കെ നോക്ക്, ഫുള്ള് കോടയും മഞ്ഞൊക്കെ നിറഞ്ഞടക്കുന്നത്. വാവ്, ഇത്ര ദിവസം ഞാൻ 7 മണിക്കും 6:30-ക്കൊക്കെ അല്ലേ എണീറ്റ്. ഇന്ന് 6 മണിക്ക് എണീറ്റുകൊണ്ടാണ് ഈ കോടമല്ല എനിക്ക് കാണാൻ പറ്റിയത്. അന്ന് പറഞ്ഞതിന് രാവിലെ തന്നെ പറഞ്ഞിരുന്നു ഈ സ്ഥലത്ത് കോടയും വരില്ല, ഒന്നും വരില്ല എന്ന് രാവിലെ തന്നെ പറഞ്ഞിരുന്നു. ഇപ്പം 6 മണിക്ക് എണീറ്റുകൊണ്ട് കോടയും മഞ്ഞും എല്ലാം കാണാനായി. കറി ഉണ്ടാക്കുന്നുണ്ടോ അമ്മ? കറി ഉണ്ടാക്കുന്നുണ്ടോ? ഈ കറി നോക്ക്, ഇന്നലെ ഞങ്ങൾ ഉണ്ടാക്കിയ കറിയാ. കളി ഉണ്ടാക്കമ്മ. ഒരു ചപ്പാത്തി മതി ഉണ്ടാക്കമ്മ. അമ്മ എനിക്ക് ചോറും കറി വെക്കാൻ അറിയാം. എനിക്കെല്ലാം അറിയാം, അമ്മ ഉണ്ടാക്കാമോ? എഡിറ്റ് ചെയ്യണം. ഇന്നലത്തെ എഡിറ്റ് ചെയ്യാണ്ട് ഇന്നലെ ഫുള്ള് വടവായിരുന്നു. വട വെച്ചാ എല്ലാം വടച്ച് എല്ലാവരും വടക്കിയതന്നെ. ഓരോരുത്തർ കോഴിക്കോട് പോവാന്ന് പറഞ്ഞു, ഓരോരുത്തർ വടക്കത്തിക്കാതെ അങ്ങനെ അങ്ങനെയൊക്കെ ആക്കിയോടെ ആകെതായിപ്പോയി ഇന്നലെ. നിങ്ങൾ പോയി കണ്ടോക്ക് ഇന്നലത്തെ വ്ളോഗ് ആകെ ഡേഞ്ചർ ആയിരുന്നു. ഇന്നലത്തെ വ്ളോഗ് ഇന്നലെ ഇന്നലത്തെ കാര്യം പറയണല്ലോ. ഇന്നലെ ചിക്കൻ കറിയൊക്കെ വെച്ചായിരുന്നു, പോയി നോക്കിയത്. സമയം 10:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ആലോചിക്കാം, ലോങ് വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് ആ ലോങ് വീഡിയോന്റെ നല്ല ഭാഗം എടുത്ത് ഷോർട്സ് ആക്കിയിട്ട് ഷോർട്സും കൂടി ഇടുകയാണെങ്കിൽ നമ്മളെ സാധാരണ ഗ്രോ ആകുന്നതിനെക്കാട്ടിയും 2 ഇരട്ടി ഗ്രോ ആണെന്ന് എനിക്കാണ് തോന്നുക. അപ്പോൾ ഗ്രോ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഷോർട്സ്, ലോങ് വീഡിയോന്റെ ഫണ്ണി ക്ലിപ്സൊക്കെ നമുക്ക് ഷോർട്സ് ആക്കിയിട്ട് 30 മിനിറ്റിനുള്ളിൽ ആക്കിയിട്ട് നമുക്ക് ഇടാം. ഇഷ്ടംപോലെ ആക്കാണ്ട് 2-3 ദിവസത്തെ 4-5 ദിവസത്തൊക്കെ എനിക്ക് എഡിറ്റ് ചെയ്യാണ്ട്. ഷോർട്സ് ആക്കണമെങ്കിൽ അത് കുറേ എഡിറ്റ് ചെയ്യാണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, ഇപ്പോൾ ഫുഡ് ചെയ്യേണ്ടത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ തുടങ്ങാം. ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ട്. ഞാൻ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ രാവിലെ കയറിയാ. രാവിലെ നേരത്തെ എണീറ്റോണ്ടേ, പല്ല ദിവസം കഴിഞ്ഞിട്ട് നേരത്തെ എണീറ്റോണ്ട്, രാവിലെ നേരത്തെ എണീറ്റോണ്ട് അങ്ങോട്ട് ഫുഡ് കഴിച്ചില്ല. പിന്നെ അത് മാത്രമല്ല അപ്പൊ കഴിക്കാൻ എനിക്ക് തോന്നിയില്ല. ഇപ്പൊ 2:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഷോർട്സ് ഇട്ടിട്ട് യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് കൂടുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഒരു ദിവസം കഴിഞ്ഞില്ലായിട്ട് ഒരു ദിവസം ഒരു ഷോർട്സ് അല്ലെങ്കിൽ ഒരു ദിവസം 2 ഷോർട്സ് അങ്ങനെ വീതം വെച്ചിട്ട് ഇട്ടത്, ഓരോരോ വീതം വെച്ചിട്ട് ഇട്ടത്. ഇനി നമുക്ക് ചെയ്താലോ, ഒരു ദിവസം ഒരു 4-5 ഷോർട്സ് അങ്ങോട്ട് ഇട്ടാലോ. ഒരു ലോങ് വീഡിയോന്റെ നല്ല ഭാഗം നോക്കിയിട്ട് ഫുള്ള് നേരത്തെ ഷോർട്സ് അങ്ങോട്ടാലോ. അതാണ് സബ്സ്ക്രൈബ് ഇഷ്ടം പോലെ കൂടുതൽ. സബ്സ്ക്രൈബൊക്കെ വേഗം കൂടും. അപ്പോൾ നമ്മളെ നമ്മളെ ലക്ഷ്യത്തേക്ക് നമുക്ക് വേഗം എത്താൻ പറ്റും കേട്ടോ. എത്ര 1 മില്യൺ ആണ് നമ്മളെ ടാർഗറ്റ്. അങ്ങോട്ട് വേഗം എത്താൻ, അത്രയും വേഗം 1 മില്യൺ എത്താനുള്ള ചാൻസ് കൂടിയത് ഷോർട്സ് അധികം ഇറങ്ങി കേട്ടോ. ഒരു ദിവസം കൂടുതൽ ഷോർട്സ് എങ്ങനെയെങ്കിലുമൊക്കെ എഡിറ്റ് ചെയ്തിട്ട് രാവിലത്തെ ഇതേപോലെ വ്ളോഗ് എഡിറ്റ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഷോർട്സ് എഡിറ്റ് ചെയ്യുക. ഫുള്ള് എഡിറ്റ് തന്നെ ആയിരിക്കും കേട്ടോ. രാവിലെ മുതൽ വൈകുന്നേരം രാത്രി വരെ ഫുള്ള് എഡിറ്റ് അപ്ലോഡ് വ്ളോഗ് എടുക്കുക, എഡിറ്റ് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. അത് തന്നെ ആയിരിക്കും പരിപാടി. അതാണ് ഈ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സൊക്കെ നമുക്ക് 1 മില്യൺ സബ്സ്ക്രൈബേഴ്സൊക്കെ നമുക്ക് വേഗം കംപ്ലീറ്റ് ആക്കാം. കോംബോ എനിക്കിപ്പോൾ നല്ല കോൺഫിഡൻസ് ഉണ്ട് ഷോർട്സ് ഇടാനുള്ള. ഇനി എഡിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഞാൻ. ഇനി കുറേ എഡിറ്റ് ചെയ്യട്ടെ, കുറേ അപ്ലോഡ് ചെയ്യട്ടെ. 1 മില്യൺ നമ്മുടെ ടാർഗറ്റ് അതിനെ കംപ്ലീറ്റ് ആകട്ടെ കേട്ടോ. അത് മാത്രമല്ല, അച്ചു വന്നിരിക്കണം ഇവിടെ. അച്ചു എത്ര ദിവസം കഴിഞ്ഞിട്ട് അറിയാം അച്ചു ഇങ്ങോട്ട് വരുന്നത്. അച്ചു, എന്തൊക്കെയുണ്ട് അതിൻ്റെ അവിടുത്തെ വിശേഷം? ഗെയിം കളിക്കാം. ഇവർക്ക് നല്ല ഗെയിം കളിയാണ്. നന്ദുവിന് എന്താ സുഖമില്ലെന്ന് പറഞ്ഞിരുന്നു, എന്താ ഇതറിയില്ല. രാവിലെ തൊണ്ടവേദനയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇഷ്ടംപോലെ ഷോർട്സ് എഡിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഇത്രയും നേരം ഇഷ്ടംപോലെ ഷോർട്സ് എഡിറ്റ് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക, അത് തന്നെയാണ് പരിപാടി. ഇനി 2-3 ഷോർട്സും കൂടി എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാറുണ്ട്. അത് ഇനി കുറച്ച് പണി കഴിഞ്ഞിട്ട് നമുക്ക് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ കുറച്ച് പണിയുണ്ട്. അതെന്താ വെച്ചാൽ വീടൊന്ന് ക്ലീൻ ആക്കി എടുക്കണം. ക്ലീനല്ല, വല്ലതും വൃത്തിയാക്കി എടുക്കണം. കണ്ടോ, ഓരോ സാധനങ്ങളെ ഇവിടെയൊക്കെ ആയിട്ട് വലിച്ചെറിഞ്ഞ് ഇട്ടിക്കുക. ഈ റൂമത്ത് കുറേ സാധനങ്ങൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ബെഡെല്ലാം വൃത്തിയാക്കി വിരിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്ത് കുറേ ഒതുക്കി വെക്കാനുണ്ട് സാധനങ്ങളൊക്കെ. ഈ ഭാഗത്ത് കുറേ സാധനങ്ങൾ വലിച്ചെടുക്കണം, അതൊക്കെ എടുത്തേക്കണം. അതൊക്കെ റിമോട്ടൊക്കെ, TV ഇല്ലാത്ത ഈ റൂമിൽ റിമോട്ട് വെച്ചിരിക്കണതാ. റിമോട്ട് വെച്ച് കിടക്കുന്ന റൂമിലാണ് റിമോട്ട് ഉണ്ടായത്. ഈ റൂമിൽ ഇവിടെ റിമോട്ട് ഉള്ളത്. ഫാനിട്ട് ഇങ്ങനെ മൊബൈൽ കളിച്ചിരിക്കല്ലേ. ഫാനായിട്ട് മൊബൈൽ കളിച്ചിരിക്കല്ലേ. ഇതുണ്ട് സഞ്ചിയിൽ എന്തൊക്കെയോ പേപ്പർ എന്തൊക്കെയോ ഉണ്ട്. അതൊക്കെ ഇങ്ങോട്ട് വാരി വലിച്ചങ്ങ് ഇട്ടിക്കണം.
അതിന്റെ കാര്യം അവിടെ കേട്ടെ, ഇതാദ്യം ക്ലീൻ ആകട്ടെ കേട്ടോ. ഓ ചീർപ്പ് സാധനങ്ങളൊക്കെ ഇതിൻ്റെ ചേർക്കാം. ഇതിൽ കിങ്ങിന്റെ മേക്കപ്പിന്റെ എന്തൊക്കെ സാധനങ്ങളുണ്ട്, പിന്നെ വേറെ എന്തൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട്. കണ്ണാടി ഇതിൻ്റെ ഉള്ളിൽ ചേർക്കാം. ഒരു 5 രൂപ കിട്ടിയ ഒരു 5 രൂപ. ഇതിന് ആരുതാണേലും അവര് മറന്നോട്ടെ, ഇതിന് എന്റെതാ ഈ 5 രൂപ. പോക്കറ്റില്ല, ഇവിടെ വെക്കാം. ഫുള്ളും അകം മുഴുവനും അകവും പുറം എല്ലാം മുഴുവനും ക്ലീൻ ആക്കട്ടെ കേട്ടോ. രണ്ടും കൂടി ആവൂല. അവിടെ ക്യാമറ അങ്ങനെ തന്നെ വെച്ചാൽ സ്റ്റോറേജ് ഫുള്ളാവും. പിന്നെ എനിക്ക് വ്ളോഗ് പിന്നെ ഇടാൻ പറ്റില്ല. അത് ഞാൻ അകം മൊത്തം ക്ലീൻ ആക്കണ കൊണ്ടുണ്ടല്ലോ, നന്ദുവിനെയും അച്ചുവിനെയും ഞാൻ മുറ്റത്തിരുത്തിക്കുക. കസാര ഇട്ടിട്ട് അവിടെ മുറ്റത്തിരുത്തിക്കുക. അച്ചുപ്പം മേലെ പോവാ. ചാർജ് എത്തിന്ന് അവിടെ എഡിറ്റ് ചെയ്തോ. അവന് എഡിറ്റ് ചെയ്യാണ്ടല്ലോ. അവന് യൂട്യൂബ് ചാനലിൽ ഫുള്ള് യൂട്യൂബർ കേട്ടോ. എന്ത് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ യൂട്യൂബിൽ കണ്ടന്റ് ഇത് അങ്ങോട്ട് ഇടും. പിന്നെ 2 പറഞ്ഞ് 3-ാമത്തെ പറഞ്ഞ പൈസ അങ്ങോട്ട് വേദലും. അത്രയും ഫേമസ് ആയി കിടക്കുക. അതുകൊണ്ടോ ഫുള്ള് യൂട്യൂബേഴ്സാ. ഞാൻ യൂട്യൂബർ, ഇവൻ യൂട്യൂബർ, പിന്നെ പുറത്തിരിക്കുന്ന യൂട്യൂബർ, എല്ലാവരും യൂട്യൂബറാ. ഓടാ ഞാൻ പറയും. അവൻ ഇന്നലെ ഞാൻ പറഞ്ഞു കേട്ടോ, ഇവൻ യൂട്യൂബറാന്നൊക്കെ പറഞ്ഞ്. അപ്പൊ അവൻ പറഞ്ഞ് കട്ടാക്ക വാങ്ങാൻ വേണ്ടെന്ന് പറഞ്ഞ് അവനെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞോ പറഞ്ഞു. നീ വരുമോ? ഇതൊന്നും വിശ്വസിക്കാൻ പറ്റൂല. അകത്തുള്ള സാധനങ്ങളും പുറത്തുള്ള സാധനങ്ങളും എല്ലാം ഒതുക്കി പൊറുക്കി വെച്ചിട്ടുണ്ട്. ഇനിയാണ് ടാസ്ക് എടുക്കണത്. പാത്രം നന്ദ വൈകുന്നുണ്ട്. എൻ്റെ ടാസ്ക് ചെയ്തറിയോ? ഇനി ഫുള്ള് അടിച്ചു വരാ, അടിച്ചു വരണം, ഇനി അകം അടിച്ചു വരണം, അതായിട്ട് മുറ്റടിച്ചു വരണം. അത് മാത്രമല്ല നല്ല വെയിലാണ്, എനിക്ക് അടിച്ചതെന്ന് തോന്നുന്നില്ല. ബിഫോർ അതിൻ്റെ ആഫ്റ്റർ ലുക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ബിഫോർ ഞാൻ കാണിച്ചു തരാം എങ്ങനെയുള്ളതാണ്. മുറ്റത്തിൻ്റെ കോലം ഇങ്ങനെയാണ് മുറ്റുള്ളത് കേട്ടോ. ഇതുണ്ടോ ഫുള്ള ഇല, അതുണ്ടോ അവിടെ വരെ അടിച്ചു വരണം. ഇനി അകത്തേക്കുള്ള കാഴ്ച. ഇനി അകത്ത് മൊത്തം ഇതുണ്ടോ, ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ഉറുമ്പ്. ഇതുണ്ടോ അവിടെയൊക്കെ ഉറുമ്പ്. ജിമ്മി ഒന്ന് ഇറങ്ങിയപ്പോൾ ഇവിടെ പൊടി മുളകാക്കാതെ അടിച്ചു വരാനുള്ള കൂട്ടല്ല പണി. ഇതൊക്കെ ഞാൻ അടിച്ചു തരണം. ഈ ഹാൾ അടിച്ചു തരണം, ആ റൂം അടിച്ചു തരണം, ഈ റൂം അടിച്ചു തരണം, ഈ റൂം അടിച്ചു തരണം, ആ റൂം അടിച്ചു തരണം, പിന്നെ ഈ റൂം അടിച്ചു തരണം. ഇതൊക്കെ അടിച്ചാൽ ക്ലീൻ ആക്കണം. അമ്മ നേരത്തെ വന്നല്ലോ. നല്ല നേരം വയ്യാണല്ലോ വന്നേ. ആ അടിച്ചു വരണ്ടമ്മ, എല്ലാം ചെയ്യാണ്ടമ്മ. അമ്മ അടിച്ചു തരുമോ? ചോറ് അമ്മക്കും. ചോറും കറി വെച്ചോണ്ടേ ഡെയിലി ചോറും കറി വെക്കണം. നടക്കും. ഞാൻ അടിച്ചു തരട്ടെ. ഞാൻ പക മുറ്റം എല്ലാം അടിച്ചു വരികയുണ്ട്. ഞാൻ ആഫ്റ്റർ ലുക്ക് കാണിച്ചു തരാം കേട്ടോ. ആഫ്റ്റർ ലുക്ക് കാണിച്ചു തരാം. ഇപ്പം എനിക്ക് കുളിക്കാൻ പോകണം. മുറ്റം അടിച്ചു വരി ഇപ്പം കഴിഞ്ഞുള്ളൂ. പുകയിന്ന് വിയർക്കുന്ന് അത്ര ചൂട് അമ്മേ. എന്തായാലും ഞാൻ ആഫ്റ്റർ ലുക്ക് കാണിച്ചു തരാം കേട്ടോ. ഇവിടെയൊക്കെ അടിച്ച് ക്ലീനാക്കി വെച്ചിരിക്കണം. എന്തോ കണ്ടോ, ഇവിടെ ഹാളിൽ മൊത്തം ക്ലീൻ ആക്കിയിട്ടുണ്ട്. ആ തുണി ഇപ്പം അമ്മ എടുത്തിട്ടാണ് മടക്കാൻ. ഈ റൂമൊക്കെ ക്ലീനാക്കി അടിച്ചാൽ വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ പുതപ്പ് അങ്ങനെ അലങ്കോലമായി കിടക്കണ്ടായിരുന്നു, അത് വിരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ തുണി വിരിച്ച് അവിടെ മടക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൽ മാറ്റം സംഭവിക്കണമെങ്കിൽ അവിടെ സാധനങ്ങൾ കുറേ കുറയ്ക്കേണ്ടി വരും. കുറച്ചാൽ വേറെ എടുത്തേക്കാളുള്ള സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് അവിടെ തന്നെ കിടക്കട്ടെ വിചാരിച്ച്. ഇനി ഈ റൂം അടിച്ചു വരികയുണ്ട്, അടുക്കള അടിച്ചു വരികയുണ്ട്. നേരത്തെ ഈ സാധനം ഇവിടെ തരേണ്ടായിരുന്നു. ഈ സാധനത്തിന് എവിടെയെങ്കിലൊക്കെ കൊണ്ടുപോയിക്കണം. പമ്പരം ഇതിനെ മുറ്റത്ത് കൊണ്ടുപോയിടാം. ഓടോ അമ്മ നോക്ക്. എന്താ മുറ്റം ആഫ്റ്റർ ലുക്ക് ആട്ടെ. മുറ്റമെല്ലാം അടിച്ചു വാരി കഴിഞ്ഞിട്ടുണ്ട്. അതാ അവിടെ ഒരു സാധനമൊക്കെ ഇതെവിടെയൊക്കെ അടിച്ചു വാരി കഴിഞ്ഞിട്ടുണ്ട്. ആ കസാര നീ എടുത്തേക്കാൻ തോ. അതൊക്കെ അടിച്ചു വാരി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം അടിച്ചു വാരി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ പോയിട്ട് കുളിച്ചിട്ട് വരാം. വേർക്കുണ്ട് നല്ലോണം. പോയി കുളിച്ചിട്ട് ഫ്രഷ് ആയിട്ട് വരാം. നടക്കാൻ പോകണോ? കുളിച്ചിട്ട് അവിടെ വരെ നടക്കാൻ പോവാം. അതുമാത്രമല്ല ഷോർട്സ് ഇഷ്ടംപോലെ അപ്ലോഡ് ചെയ്യാണ്ട് ഇനി എഡിറ്റ് ചെയ്യാൻ കുറേ സാധനങ്ങളുണ്ട്. ഫ്രഷ് ആവട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് കൊല്ലം നോക്കാം കേട്ടോ. പിന്നെ നന്ദു നീ യൂട്യൂബ് തുടങ്ങിയില്ലേ, ഞാൻ ഗൈഡ് ചെയ്യാം. നന്ദുവിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കട്ടെ. ഇപ്പം ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കുളിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഫ്രഷ്നെസ് ഫീൽ ആവണം കേട്ടോ. കാര്യം പറയാമല്ലോ, കുളി കഴിഞ്ഞപ്പോഴാണ് ചൂടെല്ലാം അങ്ങോട്ട് പോയി ഫുള്ളും അങ്ങനത്തെ തണുത്തത്. അമ്മ അവിടെ മുറ്റത്ത് ഇരുന്നിട്ട് കോളിഫ്ലവർ നന്നാക്കി കൊണ്ട് നിൽക്കുന്നുണ്ട്. കോളിഫ്ലവർ കറി വെക്കാനാണോ പൊരിക്കാനാണോ? വരട്ടാണ്. പക്ഷേ എന്ത് വരട്ട ഇടയ്ക്ക് പോവണ്ടമ്മ. വരട്ട അങ്ങനെ ഓക്കെ കിട്ടിക്കണേ. വരട്ടി വെക്കാൻ അതൊക്കെ ഇട്ടിട്ട് വരട്ടി വെക്കാൻ
ഉള്ളി തക്കാളി പച്ചമുളക് എല്ലാം ഇട്ടിട്ട് വരട്ടി വെക്കാൻ. ഓക്കെ, വരട്ടി അങ്ങോട്ട് ഇട്ട് വെച്ചാണ്ടല്ലോ വരട്ടി തിന്നാനോ? ആളെ കളിയാക്കി. ഇപ്പൊ സമയം 6 മണി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ വിളക്കത്തിക്കാനുള്ള സമയം ആയിട്ട് വിളക്കത്തിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നടക്കാൻ പോകുന്നുണ്ട്. നമ്മളെ ഈ ചുറ്റാടത്തുള്ള 2 യൂട്യൂബേഴ്സ് ഉണ്ട്. ആ യൂട്യൂബേഴ്സിന് 2 നമുക്ക് ഗൈഡ് ചെയ്യാം കേട്ടോ. എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. അവരും സക്സസ് ആവട്ടെ, ഇതേപോലെ തന്നെ അവരും സക്സസ് ആവട്ടെ. അതുകൊണ്ട് അവർക്കും ഞാൻ ഗൈഡ് ചെയ്യാൻ പോവാ കേട്ടോ. ആദ്യം വിളക്കത്തിക്കട്ടെ. ഞാനൊരു സ്ഥലത്ത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ടാളെ ഞാൻ ഗൈഡ് ചെയ്യാം. നിങ്ങൾ ഏത് ഗോൾ എന്താണെന്ന് പറയാം. യൂട്യൂബിൽ ഏത് ടൈപ്പ് വീഡിയോ ഇടുന്നത് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് പറയാം. ആലോചിക്കുക, സമയമുണ്ട്, ആലോചിക്കട്ടെ. അപ്പോൾ നല്ല ഇടയുണ്ട്. വീട്ടിൽ നിന്ന് അറിയാതായിരിക്കും, നല്ല ലൈറ്റിങ് തീരല്ല. മറ്റേ വീട്ടിൽ പോയിട്ടുണ്ട്. അവൻ കുളിച്ചില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ തൊട്ട് മേലെ തന്നെ വീട്. തൊട്ട് മേലെ വെച്ചാൽ കുറച്ച് ദൂരം. ഞങ്ങളിവിടെ തൊട്ട് മേലെ, പക്ഷേ അവൻ്റെ വീട്ടിൽ പോകണമെങ്കിൽ അത് കൂടെ കറങ്ങി അടിച്ച് പോകേണ്ടി വരും. അതാണ് ടാസ്ക്. അല്ലാതെ അവന്ന് ഇങ്ങോട്ട് വരണ്ടായിരുന്നു. അവൻ കുളിച്ചില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ സീനാവും. കുളിച്ചില്ല എന്നല്ല, വീട്ടിൽ ഈ സമയത്ത് കയറിയില്ല അവന് സീനാന്ന് പറഞ്ഞ് 7 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ നേരത്തെ ഷോർട്സ് ഇടാൻ പോവാം. ഞാൻ ഇപ്പോൾ തന്നെ എഡിറ്റ് ചെയ്യാൻ തുടങ്ങാം. നേരത്തെ ഷോർട്സ് ഇടാൻ പോവാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നാളെ നല്ല വ്ളോഗായിട്ട് നാളെ കാണാം കേട്ടോ. ബൈ.